എന്താ വള്ളിക്കെട്ടാടാ. ഹലോ ജിൻസേ, എടാ എവിടെയാടാ? എടാ ഞാൻ വീട്ടിലുണ്ടാ. എന്നാടാ? എടാ അത്യാവശ്യമായിട്ടേ ഒരു 2500 മറിക്കാൻ കാണുമോ? അയ്യോ എൻ്റെ ഇല്ലടാ. എടാ വേറെ എന്തെങ്കിലും വഴിയുണ്ടോടാ? അർജൻറ്റായിരുന്നു. എടാ ഇല്ലടാ, എന്നാ നിനക്ക് ഇത്ര അത്യാവശ്യം? എടാ അമ്മയൊന്ന് വീണേ, ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അവർ ടെസ്റ്റ് ഇതൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതി. 10,000-2500 അത്യാവശ്യം ലാബിൽ അടയ്ക്കണം, കാശില്ലായിരുന്നു. എടാ നൈസ് ഒരു ഐഡിയ ഉണ്ട്. ഒരു 10,000 രൂപയെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന രൂപ. 10,000? അതെങ്ങനെ? എടാ എൻ്റെ പറമ്പ് നിനക്ക് അറിയത്തില്ലേ? അവിടെ ഒരു തള്ളപ്പട്ടിയും 2 കുഞ്ഞുങ്ങളിപ്പുണ്ട്. ജർമ്മൻ ബ്രീഡാ, ആരോ കൊണ്ട് ഉപേക്ഷിച്ചതാ. അതിനിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാടാ? എടാ കാശല്ലേ ആ കിടക്കുന്നത്. തള്ളപ്പെട്ടി രാവിലെ തീറ്റ തേടി അങ്ങോട്ട് പോകും. ഈ ഒരു കാര്യം ചെയ്യും, ഒരു പെട്ടി എടുത്ത് ഇങ്ങോട്ട് പോവാം. ഒരെണ്ണത്തിനെ കൊടുത്ത് 5,000 കുറഞ്ഞ് കിട്ടും. അളിയടാ അത് കടിക്കുമോ? ഓ ഇല്ലടാ, 2 ആഴ്ചകളും ഉണ്ടായിട്ട്. ആ എന്നാ ഓക്കേടാ. എടാ അത് പിന്നെ ഇത് കാട്ടിക്കിടന്നാന്ന് അവരോടും പറയണ്ട കേട്ടോ. ആ ശരി ശരി ശരി. എന്നാൽ ശരി, നീ എന്നാ വെച്ചു. എന്നെ തള്ളാടാ, നീ ആർക്കട്ടെ പണി കൊടുത്തേ? എടാ അത് നമ്മുടെ സെബുവാ. തള്ളിയൊന്നുമല്ല, ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ ജർമ്മൻ ബ്രീഡൊന്നും അല്ലേ, ഏതോ കില്ലപ്പട്ടിയാകണ്ട. നീ പിന്നെ എന്തിനാടാ ആ പാവത്തിനോട് ജർമ്മൻ ബ്രീഡാണ് തള്ളിയത്? ഉഫ് എൻ്റെ പൊന്നടാ, അവന് ശല്യം, ആ പറമ്പ് കിടന്ന പട്ടിയെ ശല്യം. പട്ടിയെടുത്തോ? കിട്ടിയടാ, പക്ഷെ തിരിച്ചു കൊണ്ട് വെച്ചു. അതന്നെ, ആ പണിയൊന്നും മനസ്സിലായോ? അവൻ പറഞ്ഞു വിടുന്നതൊക്കെ എന്തേലും വള്ളിക്കെട്ടാണെന്ന് അറിയാടാ, പക്ഷെ വേറെ നിവൃത്തിയില്ലായിപ്പോയി. പിന്നെ എന്തിനാടാ നീ ആ പട്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ചു വെച്ചത്? എടാ കുഞ്ഞിലെ ഞാനും പെങ്ങളും കൂടി അടുത്ത വീട്ടിൽ TV കാണാൻ വേണ്ടി പോയി. അമ്മയടുത്ത് പറയാതെ ഞങ്ങൾ പോയത്. ഞങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ നാട് മൊത്തം ഒരു ഓട്ടം ഓടിയില്ല, ആ പരക്കം പാഞ്ഞിട്ട്. അന്ന് അമ്മ ഞങ്ങളെ കണ്ടപ്പോഴേ ഓടി വന്നിട്ട് മുറുക്കി ഒരു കെട്ടിപ്പിടുത്തം പിടിച്ചതാ. ആ പട്ടിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ തള്ളയിൽ കൊടുത്തി കിടക്കട്ടെ, അതിനെ വിറ്റിട്ടുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ടടാ. പോട്ടെ.